ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കുക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഹൈദരാബാദ് എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഡേയുടെ യാത്ര തുടങ്ങുന്നത്. അപ്പം നമ്മുടെ യാത്രയിൽ ഉള്ളവരാണ് ഇവരെല്ലാവരും. അപ്പം നമ്മൾ തുമ്പി ട്രാവൽസ് എന്നുള്ള ഒരു ഏജൻസി വഴിയാണ് കേട്ടോ നമ്മൾ ഈ ഹൈദരാബാദ് യാത്ര നടത്തുന്നത്. അങ്ങനെ എയർപോർട്ടിൽ നിന്നും അവരുടെ ബസ്സിൽ നമ്മളതിനെ നമ്മുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അപ്പം നമുക്ക് അവർ തന്നിട്ടുള്ള റൂമാണ് കേട്ടോ ഇത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള റൂം തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടിയ റൂം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ആ റൂമിൽ ലഗേജ് സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ NTR പാർക്കിലേക്കാണ് അടുത്തത് പോയത്. അപ്പം നമ്മൾ അവിടെയൊക്കെ കണ്ട് അപ്പം നല്ലൊരു വലിയ പാർക്ക് തന്നെയാണ് കേട്ടോ. നല്ലോണം കാണാനും ഗാർഡനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ കാണുന്നത് നമ്മുടെ ഹൈദരാബാദ് സെക്രട്ടേറിയറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മൾ ആ പാർക്ക് തന്നെയാണ്. അപ്പോൾ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ചേമ്പിൻ്റെ ഒരു മാതൃകയാണ് കേട്ടോ അവർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ NTR പാർക്കിൽ അങ്ങനെ 1 മണിക്കൂറോളം അവിടെ ചിലവഴിച്ചു. അതിനുശേഷം നമ്മൾ ലുംബിനി പാർക്കിലേക്കാണ് പോയത്. അവിടെ നിന്ന് നമ്മൾ ബോട്ടിൽ ഹുസൈൻ സാഗർ ലേക്കിൻ്റെ നടുവിലുള്ള സ്റ്റാച്യു ഓഫ് ബുദ്ധ കാണാനായിട്ട് പോയി. ഇതാണ് സ്റ്റാച്യു ഓഫ് ബുദ്ധ. വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത്. ഒറ്റക്കല്ലിലാണ് ഈ സ്റ്റാച്യു നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് പുറത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. തെലങ്കാന സെക്രട്ടേറിയറ്റും അംബേദ്കർ സ്റ്റാച്യുവും അതുപോലെ തന്നെ ബുദ്ധ സ്റ്റാച്യു ഒക്കെ കാണാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. ബോട്ടിങ്ങിന് ശേഷം നമ്മൾ ലുംബിനി പാർക്കിൽ ലേസർ ഷോ കാണാനായിട്ട് കയറി. ഇതാണ് ലേസർ ഷോ. ഹൈദരാബാദിൻ്റെ ചരിത്രവും സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മറ്റു അങ്ങനത്തെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചതായിരുന്നു ലേസർ ഷോ. ലേസർ ഷോയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ അന്നത്തെ ഫസ്റ്റ് ഡേയിലത്തുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നമ്മുടെ റൂമുകളിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. ഈ ഒരു കാഴ്ച വളരെ മനോഹരമായിരുന്നു കേട്ടോ. രക്തസാക്ഷി സ്മാരകമാണ് ഇത്. ഇത് ചുറ്റും സ്റ്റീൽ കൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ഞങ്ങളുടെ ഹൈദരാബാദ് യാത്രയിലെ ഫസ്റ്റ് ഡേയിലെ രാത്രി കാഴ്ചക്ക്. വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.